സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകുന്നു. സുഖത്തിലേക്ക് കടത്താൻ വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വരെ ഇവർ നമ്മൾ കൂടെ ഉണ്ടാവുന്ന. അപ്പോൾ ആ നിലക്ക് നമ്മളെ ഉഖ്റവിയാവുന്നതായ എല്ലാ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സംഘടന. നമ്മളെ വിശ്വാസം ശരിയായ വിശ്വാസമാണ്. അത് വല്ല ഷിയാക്കളെ വിശ്വാസമോ അല്ലെങ്കിൽ ഖദരിയാക്കളെ വിശ്വാസമോ അല്ലെങ്കിൽ ഖവാരിജിയാക്കളെ വിശ്വാസമോ അല്ലെങ്കിൽ മുഅ്തസിലത്തിന്റെ വിശ്വാസമൊന്നും ആവാൻ പാടില്ല. ഖവാരിജിയാക്കളോടും മുഅ്തസിലത്തിനോടൊക്കെ വാദപ്രതിവാദം നടത്തിയാളാണ് മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബ്. സഹാബത്തിൻ്റെ കൂട്ടത്തുനിന്ന് ആദ്യമായിട്ട് വിദഈ പ്രസ്ഥാനങ്ങളുടെ എതിർത്തുകൊണ്ടിട്ട് പ്രസംഗിച്ചതും അതിനെതിരിൽ വാദപ്രതിവാദമൊക്കെ നടത്തിയത് മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബാണ്. മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബിനെ ആണ് മഹാനാവുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ അല്ലെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെക്കാളൊക്കെ ഫദ്ല് നൽകപ്പെടേണ്ടത്, ശ്രേഷ്ഠ നൽകപ്പെടേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനേക്കാളെന്നുള്ള വിശ്വാസക്കാരാണ് ഷിയാക്കളിൽ നിന്നുള്ള ഒരു വിഭാഗം. മഹാന്മാരാവുന്ന സഹാബത്ത് ഈ വിശ്വാസത്തിനെ തിരുത്തി കൊണ്ടിട്ട് അവർ പറഞ്ഞു, പുന്നാനുഫദ്ദിലു ബഅദനാ അലാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളിൽ നിന്നുള്ള ചിലർ മറ്റു ചിലർക്ക് ഫദ്ലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. അത് നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ വിശ്വാസത്തിനെ പിന്നെ വിവരിച്ചു. എങ്ങനെയാണ് ആ വിശ്വാസം അറിയോ? ഫനുഫദ്ദിലു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഫദ്ൽ എന്ന് നമ്മൾ വിശ്വസിച്ചത് അലാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അലാ ഉസ്മാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഫദ്ലുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ. ഈ നിലയ്ക്ക് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച വിശ്വാസമാണ്. അപ്പം ഷിയത്ത് ഖദരിയത്ത് പോലെ മുഅ്തസിലത്ത് പോലത്തുള്ള ആ വിശ്വാസങ്ങളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് മഹാന്മാരാവുന്ന സഹാബത്ത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ വിശ്വാസപരമായ വിഷയത്തിൽ പ്രത്യേകമാവുന്ന അടിസ്ഥാനങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ വിശ്വാസം ശരിയാവണം, നമ്മളെ പ്രവർത്തനങ്ങൾ ശരിയാവണം, നമ്മൾക്കുള്ള ആചാരങ്ങൾ ശരിയാവണം. ഈ ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസങ്ങളൊക്കെ അത് വിശുദ്ധമാവുന്നതായ ശരീഅത്തിൽ അത് വളരെ വ്യക്തമായ നിലക്ക് പ്രതിപാദിക്കപ്പെട്ടതാണ് ലക്ഷ്യകാടിസ്ഥാനത്തിൽ. ആ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കണം. നമ്മൾ അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ അവരുടെ എല്ലാ നിലക്കുള്ള വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള. അപ്പോൾ ഈ സംഘടനയെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ നമ്മൾ ആദരിക്കണം. അത് ദീനിൻ്റെ ഷിആറുകളിൽപ്പെട്ടതായ പ്രധാനപ്പെട്ടതായ ഒരു ഷിആറാണ് ഈ സംഘടന. ഈ സംഘടനയെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ സംഘടന ദുർബലമാക്കാനുള്ളതായ ഒരു പ്രവർത്തനം നമ്മളാരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം ഇതിവിടെ മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഇത് ആരെങ്കിലും സ്ഥാപിച്ചതല്ല. ഇവിടെ വഫാത്തായി കേൾക്കുന്ന മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്നത്തെ മഹത്തുക്കളാവുന്ന സാദാത്തുക്കൾ, അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ, അന്നത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങി അന്ന് ദീനിൻ്റെ ഉയർച്ചയ്ക്ക് ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ടോ ആ ഘടകങ്ങൾ എല്ലാവരും കൂടി മഹാന്മാരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ഈ സംഘടനയെ അതിവിടെ നിലനിൽക്കുക എന്നുള്ളത് നമ്മളെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമാണ്. വിശുദ്ധമാകുന്ന ദീൻ ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാലത്തോളം ദീൻ ഇവിടെ നിലനിൽക്കണം.